മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഈ അടുത്ത കാലത്ത് കുറച്ച് ക്രിസ്ത്യാനികൾ, കുറച്ച് മുസ്ലിങ്ങൾ അവര് കുറെയെല്ലാം ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കുമെന്ന ധാരണയിൽ, അല്ലെങ്കിൽ അവരുടെ മതഗ്രന്ഥത്തിലുള്ള നന്മകൾ സംസാരിക്കുമെന്ന ധാരണയിൽ ഹിന്ദുക്കൾ നടത്തുന്ന സർവമത സമ്മേളനത്തിൽ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ക്ഷണിക്കാറുണ്ട്. അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ നാടിൻ്റെ പൈതൃകത്തിൻ്റെ നന്മകൾ അവർ പറയും, അല്ലെങ്കിൽ ഈ നാടിൻ്റെ പൈതൃകത്തിൻ്റെ നന്മകളുടെ കൂട്ടത്തിൽ ചേർക്കാൻ സാധിക്കുന്ന അവരുടെ നന്മകൾ പറയും എന്നുദ്ദേശിച്ചിട്ടാണ് ഹിന്ദുക്കൾ ഈ സർവമത സമ്മേളനത്തിലും മതസൗഹാർദ്ദ സമ്മേളനത്തിലുമെല്ലാം ഇവരെ വിളിക്കുന്നത്. ഒരു 2 മാസം മുമ്പ് ഡിസംബറിൽ എറണാകുളത്ത് ഗുരുദേവ ദർശന വേദിയിൽ ഒരു മുസ്ലിം പണ്ഡിതനെ ഗുരുദേവ ദർശനങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ക്ഷണിക്കുകയുണ്ടായി. അദ്ദേഹം അത് ഏൽക്കുകയും ചെയ്തു. ഗുരുദേവ ദർശനങ്ങളെ കുറിച്ച് കുറേയൊക്കെ പഠിച്ച ആളാണ്, നല്ല രീതിയിൽ ഖുർആൻ പഠിച്ച വ്യക്തിയുമാണ്. അപ്പൊ രണ്ടിലെയും നന്മകൾ ചേർത്ത് പറയുകയാണെങ്കിൽ നന്നായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് എറണാകുളം പാലാരിവട്ടത്തുള്ള ഗുരുദേവ ദർശന വേദിക്കാര് അങ്ങനെ ഒരു വ്യക്തിയെ 3 ദിവസം നടക്കുന്ന സനാതന ധർമ്മ പഠന ശിബിരത്തിൽ ക്ഷണിച്ചത്. അയാൾ വന്ന് തുടക്കം മുതൽക്ക് തന്നെ ഖുർആന്റെ മഹത്വം വിവരിക്കുകയും ഹിന്ദു ധർമ്മത്തിനെ അവഹേളിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും എല്ലാം ചെയ്തപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ അവതാരമായ ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യന്മാരും അല്ലാത്തവരും ആ മുസ്ലിമിനെ ശക്തമായിട്ട് താക്കീത് ചെയ്യുകയും പിന്നീടും അയാൾ തുടർന്നപ്പോൾ അയാളെ പിടിച്ചിറക്കി വിടുകയും ചെയ്തു. അപ്പോ നമ്മൾ മതസൗഹാർദ്ദ അല്ലെങ്കിൽ സർവമത സമ്മേളനമൊക്കെ നടത്തുമ്പോൾ നമ്മളെ തന്നെ ചീത്ത പറയാൻ ഒരാളെ വിളിച്ചതിൻ്റെ പരിണത ഫലമാണ് ഇത് സംഭവിച്ചത്. ഇതുപോലെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ ഒരു മുസ്ലിം പണ്ഡിതനെ വിളിച്ചു. അയാള് ഇസ്ലാം മാത്രമാണ് സത്യമെന്നും ഇസ്ലാം അല്ലാതെ മറ്റൊരു മതത്തിലും വിശ്വസിക്കരുതെന്നും ഇസ്ലാം അല്ലാതെ മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം നരകത്തിലേക്ക് പോകുമെന്നും ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ മുമ്പിൽ വെച്ച് അവിടെ കൂടിയിരുന്ന ഹിന്ദുക്കൾ മാത്രമായ സദസ്സിനോട് പറഞ്ഞപ്പോൾ ആ സദസ്സ് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരുമുള്ള സദസ്സ്, കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരുടെ നേതാക്കന്മാരുമുള്ള സ്റ്റേജിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചപ്പോൾ ഒരു ചളിപ്പുമില്ലാതെ ഈ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും അവനവന്റെ ചില ഭാഗത്ത് ആൽമരം മുളച്ചാൽ അതും തണലാണ് എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു കൊടുക്കുകയും ആ മനുഷ്യൻ ഹിന്ദുക്കളെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ ഇത്രയും നീചവും നിന്ദ്യവുമായി പറഞ്ഞത് അവരെ കൊണ്ട് വീഡിയോ എടുപ്പിച്ച് ആ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തത് കുറേ പേര് കണ്ടു. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ ഒരു മുസ്ലിം നടത്തിയ പ്രഭാഷണം ഓച്ചിറ പരബ്രഹ്മത്തെയും ആ പരബ്രഹ്മത്തെ ആരാധിക്കുന്നവരെയും ആ അമ്പലത്തിൽ വ്രതമെടുക്കുന്നവരെയും എല്ലാം അവഹേളിച്ചുകൊണ്ടാണ് ചെയ്തത്. ഈ അടുത്ത കാലത്ത് 2 ആഴ്ച മുമ്പ് ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനത്തിലേക്ക് വരണമെന്ന് തന്നെത്താനെ ആഗ്രഹം പ്രകടിപ്പിച്ച കേരളത്തിലെ ചീഫ് സെക്രട്ടറി ജി തോംസൺ അവിടെ ചെന്നു. അവിടുത്തെ ആൾക്കാർക്ക് ഇയാളെ ക്ഷണിക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞൂടാ. ഇദ്ദേഹം തന്നെ അങ്ങോട്ട് ഇടിച്ചു കയറി പറയുക ചെയ്തത്, എനിക്ക് ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനത്തിൽ പങ്കെടുത്താൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞ്. ഏതായാലും ഒരു ചീഫ് സെക്രട്ടറിയാണ്. കയറിയപ്പോൾ തന്നെ നാഷണൽ ഗെയിംസിൽ കോൺട്രാവേഴ്സി ഉണ്ടാക്കി, പ്രശ്നം ഉണ്ടാക്കിയ മനുഷ്യനാണ്. ഏതായാലും ഒരു ചീഫ് സെക്രട്ടറിക്ക് ഹിന്ദുമത സമ്മേളനത്തിൽ വരണമെന്നൊരു തോന്നല് അവിടുത്തെ സംഘാടകർക്ക് വിഷമമോ ദുഃഖമോ ഒന്നും തോന്നിയില്ല, അല്പം അഭിമാനമാണ് തോന്നിയത്. അത് സ്വാഭാവികമാണ് താനും. ഇദ്ദേഹം അവിടെ വന്ന് ആ സ്റ്റേജിൽ കയറി തുടങ്ങ മുതൽക്ക് മരാമൺ കൺവെൻഷനിലെ ബൈബിൾ പോലെ
ഇവിടെ അങ്ങനെ ബൈബിളാണ് പറയാൻ തുടങ്ങിയത്. അവിടെയും ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നേരെ കൂവി അദ്ദേഹത്തിനെ താഴെ ഇറക്കി. രാഷ്ട്രീയക്കാർക്ക് തൊലിക്കട്ടി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, IAS-കാർക്ക് ഇത്ര തൊലിക്കട്ടി ഉണ്ടെന്ന് കാണുന്നത് അവിടുത്തെ ജനങ്ങൾ ആദ്യമായിട്ടാണെന്ന് തോന്നി. ഏതായാലും ആണത്തത്തോടുകൂടി അവിടെ പങ്കെടുത്തവർ കൂവുകയും ആ കൂവല് മറ്റുള്ളവരെ ഇട്ട് കൂവുകയും അയാളെ താഴെ ഇറക്കി വിടുകയും ചെയ്തപ്പോൾ ഹിന്ദുവിൻ്റെ അഭിമാനമാണ് സത്യത്തിൽ. അതിനെ മറ്റേത് രീതിയിൽ വ്യാഖ്യാനിച്ചാലും എൻ്റെ വീട്ടിൽ വന്ന് എനിക്കെതിരെയും അപ്പുറത്തെ വീട്ടുകാരൻ്റെയാണ് നല്ലത്, തൻ്റെ വീട്ടിലുള്ളത് ചീത്തയാണെന്നും പറയാൻ ഒരാൾ ഇറങ്ങി പുറപ്പെട്ടാൽ അത് തീർച്ചയായിട്ടും ഇതേപോലെ തടയേണ്ടതാണ്. സ്റ്റേജിൽ കയറി തല്ലുന്നത് സദസ്സിന് മോശം. അതുകൊണ്ട് താഴെ ഇറക്കി വിടുന്നതാണ് അഭിമാനകരമായ ആത്മാഭിമാനം ഉണ്ടാക്കുന്ന പ്രവൃത്തി. ഇത് ഞാൻ ഇത്രയും കാര്യം പറയാൻ കാരണം, അടുത്ത കാലത്ത് ബ്രഹ്മകുമാരീസിന്റെ ഒരു മീറ്റിങ്ങിൽ മാതാ അമൃതാനന്ദമയിയുടെ ആശ്രമത്തിൽ നിന്നൊരു സന്യാസി പോയിരുന്നു അത്രേ. അവിടെയും ഇതേപോലെ സർവമത സമ്മേളനമാണ്. ഈ സ്വാമിയെ ആദ്യം പ്രസംഗിക്കാൻ അവന് അനുവദിച്ചു. സ്വാമി ആദ്യം പ്രസംഗിക്കുമ്പോൾ ചിന്തിക്കേണ്ടതായിരുന്നു, സ്വാമിയുടെ പ്രസംഗത്തിന് ശേഷം അടുത്ത ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദു ധർമ്മത്തെ ബ്രഹ്മകുമാരീസിൽ ഹിന്ദുവിന്റെ സദസ്സിൽ അവഗണിച്ചാൽ ഉത്തരം കൊടുക്കാൻ ആരുമില്ല എന്ന് ചിന്തിക്കേണ്ടതായിരുന്നു. അത് ആ സ്വാമി ചിന്തിച്ചില്ല. അടുത്ത് പ്രസംഗിച്ചത് ക്രിസ്ത്യാനി, പിന്നെ പ്രസംഗിച്ചത് മുസ്ലിം. ആ മുസ്ലിം ആണെങ്കിൽ യഥാർത്ഥത്തിൽ ജിഹാദിനെ ന്യായീകരിച്ചുകൊണ്ട് മഹാഭാരതത്തിലും രാമായണത്തിലും എങ്ങനെയാണോ യുദ്ധം നടന്നത്, ആ യുദ്ധത്തിൽ കുറെ പേരെ വധിച്ചത് എങ്ങനെയാണോ അതേപോലെയാണ് അമേരിക്കക്കാരെയും പാകിസ്ഥാനിലുമെല്ലാം ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുന്നവരെ ഇസ്ലാമുകൾ ജിഹാദിലൂടെ കൊല്ലുന്നതെന്നും അത് വീരസ്വർഗത്തിന് അവരെ അർഹരാക്കുമെന്നും ബ്രഹ്മകുമാരീസിന്റെ സദസ്സിൽ പച്ചയ്ക്ക് വിളിച്ചു പറയാൻ ഈ മുസ്ലിമിന് ഒരു വിഷമം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അതെല്ലാം കേട്ടുകൊണ്ട് അമൃതാനന്ദമയി ആശ്രമത്തിലെ സന്യാസി മിണ്ടാതിരിക്കുകയും നമ്മുടെ രാമായണത്തെയും മഹാഭാരതത്തെയും അതുപോലെ ഭഗവത്ഗീതയെയും എല്ലാം യുദ്ധമാക്കി മാറ്റി അവഹേളിച്ചപ്പോൾ ഈ സന്യാസി അടുത്തുള്ളവരോട് പറയുകയാണ് ചെയ്തത്, ഇതെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യാൻ പഠിക്കണമെന്ന്. ഈ സ്വാമിക്ക് എഴുന്നേറ്റ് നിന്ന് മൈക്കിലൂടെ പോയി പറയരുതായിരുന്നോ? ഇത് തനി ശുദ്ധ അസംബന്ധാണ്. ഈ മഹാഭാരതത്തിലും രാമായണത്തിലും അധർമ്മത്തെ ഇല്ലാതെയാക്കി ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനാണ്, അല്ലാതെ ശ്രീകൃഷ്ണന്റെ മതം പ്രചരിപ്പിക്കാനല്ല, ശ്രീരാമന്റെ മതം പ്രചരിപ്പിക്കാനല്ല. ഈ മറ്റു മനുഷ്യന്റെ കഴുത്ത് പച്ചയ്ക്ക് അറുത്ത് കൊന്ന് ISIS എന്നും പറഞ്ഞുകൊണ്ടുള്ള സംഘടനയും അതിൻ്റെ അൽ ഖ്വയ്ദയും അതിൻ്റെ ചത്തുപോയ നേതാവ് ഈ ഒസാമ ബിൻ ലാദനും എല്ലാം പ്രവർത്തിച്ചത് ധർമ്മത്തെ സ്ഥാപിക്കാനായിരുന്നില്ല, തീവ്രവാദത്തിന്റെ ചുവട് പിടിച്ച് കത്തിക്കാളുന്ന ഇസ്ലാം മതത്തെ പ്രചരിപ്പിക്കാനായിരുന്നു എന്ന് പറയാൻ ഈ സ്വാമിക്ക് കഴിവില്ലായിരുന്നു എങ്കിൽ ഇതേപോലെയുള്ള മതസൗഹാർദ്ദ അല്ലെങ്കിൽ സർവമത സമ്മേളനത്തിലേക്ക് ഈ സ്വാമി പോകരുതായിരുന്നു. അത് കഴിഞ്ഞിട്ട് മിണ്ടാതെ ഇറങ്ങി വന്ന് ആ സ്വാമി മറ്റുള്ളവരെ വിളിച്ച് കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നതിന് പകരം അവനവനെ തന്നെ ആ മുസ്ലിമിന്റെ സമ്മേളനം കഴിഞ്ഞിട്ട് വിളിച്ചു പറയരുതായിരുന്നോ? ഇതാണ് സത്യം, മറ്റേതല്ല സത്യമെന്ന്. ബ്രഹ്മകുമാരീസിന്റെ സദസ്സായ സ്ഥിതിക്ക് അവർ ഈ സ്വാമി അതിന് ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നതിനെ ഒരിക്കലും എതിർക്കുകയുമില്ല. അവനവന് പറ്റാത്തത് ഏറ്റെടുത്ത് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവന്റെ അടുത്ത് പ്രതികരിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന സ്വാമിമാരാണ് കേരളത്തിൽ വളരെ കൂടുതലുള്ളത്. അമൃതാനന്ദമയുടെ ആശ്രമത്തിൽ അങ്ങനെയുള്ള സ്വാമിമാരുണ്ടാവുന്നു എന്ന് അറിഞ്ഞതിൽ ഈ വിവരം അറിഞ്ഞപ്പോൾ ദുഃഖം തോന്നി. അവനവന് ഉത്തരം പറയാനും പ്രതിരോധിക്കാനും കപ്പാസിറ്റി ഉള്ളവരാകണം ഏത് സ്വാമിമാര് സർവമത സമ്മേളനത്തിന് പോകുന്നുണ്ടെങ്കിൽ മൂന്നാമതായിട്ട് ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിന്റെയും കഴിഞ്ഞിട്ടേ ഹിന്ദു സന്യാസികൾ സംസാരിക്കാവൂ. യോഗ്യതയുള്ള സന്യാസിമാര്, കാവ്യവസ്ത്രം ഉടുത്തവരൊക്കെ പലപ്പോഴും ഹിന്ദു ധർമ്മത്തിന് അനുഗ്രഹത്തെക്കാളേറെ ശാപമാണെന്നു കൂടി ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അറിയാത്തത് പലതും സ്റ്റേജിൽ കയറി നാമം ജപിച്ചാൽ മതി, ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചാൽ മതി, എല്ലാം ശരിയായിക്കോളും, നിങ്ങളുടെ കാര്യമൊക്കെ ഗുരുവായൂരപ്പൻ നോക്കിക്കോളും എന്ന് പറയുന്ന സ്വാമിമാരെ സർവമത സമ്മേളനത്തിന് വിളിച്ചാൽ വലിയ അബദ്ധമായിരിക്കും. വിളിക്കുന്നവരെന്താണ് പറയുന്നത് എന്ന് വ്യക്തമായിട്ട് നോക്കിയിട്ട് മതി. മറ്റൊരർത്ഥത്തിൽ ഈ മുസ്ലിങ്ങൾ എന്തേ സർവമത സമ്മേളനം നടത്താത്തത്?
ക്രിസ്ത്യാനികൾ എന്തേ സർവമത സമ്മേളനം നടത്താത്തത്? ഇനി അഥവാ അവർ നടത്തിയാലും അവർക്ക് അനുകൂലമായിട്ട് പറയുമെന്നുള്ള ആളെ സെലക്ട് ചെയ്തിട്ട് മാത്രമാണ് ക്ഷണിക്കാറുള്ളത് എന്നുകൂടി ചിന്തിക്കാൻ ഹിന്ദു സന്യാസിമാർക്ക് സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.